മക്കളെ. ഇതെന്താ മക്കളെ, എന്താ എന്റെ മോക്ക് പറ്റിയത്? അയ്യോ, എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പോഴത്തെ ദേഷ്യത്തിൽ നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിനക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മ. അമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഇനി ഞാൻ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. ഇപ്പൊ തന്നെ മക്കളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ വീടിന്റെ അവസ്ഥ? എന്റെ പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അമ്മയ്ക്ക് തരരുത്. ഇതൊന്നും താങ്ങാനുള്ള ശേഷി അമ്മയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാ. സോറി അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഭാവനേച്ചി നല്ല വിഷമിച്ചിട്ടാ പോയത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഭാവനയ്ക്ക് നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ? അവളൊരു പാവ, ഗർഭിണിയാന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാ അവൾ ഓരോന്നായിട്ട് ഓടി നടക്കുന്നത്. ഏത് കാലത്ത് അവളുടെ ദുരിതങ്ങൾ തീരുന്നെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം. എന്നാലും നീ ഇങ്ങനെയൊരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എന്തിനാണെങ്കിലും അതിനൊരു കാരണം വേണമല്ലോ. നിന്നോടിപ്പോ ഒന്നും ചോദിക്കണ്ടെന്നാ നിന്റെ ചേച്ചി പറഞ്ഞത്. പക്ഷേ ഞാൻ എങ്ങനെയാ ചോദിക്കാതിരിക്കേണ്ടത്? നോക്ക്, നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് ഞങ്ങളോട് പറയണം. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി നിന്നോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഈശ്വര, ഞാനതെങ്ങനെ അമ്മയോട് പറയാ? ഇല്ല, ഞാനത് പറയില്ല. എത്രയും വേഗം ചേച്ചി ഒന്ന് വന്നാൽ മതിയായിരുന്നു. അതെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഒന്ന് പുറത്തേക്ക് നിൽക്കുവോ? ശരി, ഞാനെന്താ പിന്നെ വിളിക്കാം. ഫോൺ എന്റെ ഫോൺ തൊട്ടു പോരുത്. എന്തായി കാണിക്കണേ?
അച്ഛാ അച്ഛാ അമ്മേ എന്തായി കാണിക്കണേ നിർത്ത്. നിനക്ക് എന്റെ കുടുംബത്തിനെ നശിപ്പിക്കണം അല്ലടാ റോസ്കൽ. എടി, ഇത് കയ്യെടുക്ക. എന്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് നിനക്ക് കളിക്കണം അല്ലടാ. ഏ ഭാവന, അയ്യോ മോനെ, എണീക്കടാ. എന്താടി കാണിക്കണം? കയ്യെടുക്കാൻ. അങ്ങോട്ട് മാറ്. അച്ഛാ 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 വിട്. എന്നെ വിടാൻ വിടാനാ പറഞ്ഞത്. ഭാവന, വിട്. കയ്യെടുക്ക്. വിടാനാ പറഞ്ഞ. വിട്. നീ എന്താണ് വിചാരിച്ചേ? മാറങ്ങോട്ട്. എടി നിന്നെ ഞാൻ കാണിച്ചാണ്. എന്തായിരിക്കും നീ? നീ എന്നെ ഒന്നും ചെയ്യില്ലടാ. ഇന്നത്തോടെ നിന്റെയും നിന്റെ അച്ഛന്റെയും ഈ ഏർപ്പാട് ഇവിടെ നിർത്തിക്കോണം. എന്നെ നിനക്ക് അറിയില്ല. നിനക്ക് ഇത്ര അഹങ്കാരമാടി? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇയാൾ എന്നെ ഒന്നും ചെയ്യില്ലടാ. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാനല്ലാതാവും. അതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ. അയ്യോ മോഹനേട്ടാ, അയ്യോ എന്താ പറ്റി? എന്താ പറ്റി? ഇവള് ഒറ്റ വൃത്തിയാനെല്ലാം കാരണം. എന്നെ നമ്മുടെ മോനെ ഇവള് തല്ലി. എന്താടാ എന്താണ് നീ കാണിച്ചേ? ദേ കണ്ടില്ലേ, തൽക്കാലം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഭാനുവിന്റെ ജീവിതത്തിലേക്ക് ഇവൻ വരാൻ ശ്രമിച്ച പിന്നെ നിങ്ങളുടെ മോൻ ജീവനോടെ ഉണ്ടാവില്ല. ഭാവന, നിന്നെ നാശോടെ തുടങ്ങാൻ പോന്ന് കുറിച്ചിട്ടോ നീ? ഇയാൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ലടോ. ഇനിയെങ്കിലും ആളും തരവും കണ്ട് ഇടപെടാൻ നോക്ക്. നീ എന്റെ ഫോൺ തല്ലി പൊട്ടിച്ചല്ലേ? അതേടാ, ഈ ഫോൺ വെച്ചിട്ടല്ലേ നീ എന്റെ ഭാനുവിനെ ട്രാപ്പിലാക്കിയത്? ഇനി നീ എന്ത് ചെയ്യൂന്ന് ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഡീ, എന്തായി കാണിക്കണം? എടീ. ഭാവന, വേണ്ട. ഇവിടെ നിർത്തിക്കോ നീ. നീ വീട്ടിൽ കയറി ഒന്ന് തോന്നിവാസം കാണിച്ചേന് നീ അനുഭവിക്കും. മോനെ വേണ്ട. ഡോ. എന്തായി കാണിക്കുന്ന? അയ്യോ മോനെ, അയ്യോ അയ്യോ നെറ്റി മുറിഞ്ഞു. അയ്യോ, എന്തുവാടി കാണിച്ചത്? നിന്നെ പോലുള്ള ആഭാസന്മാരാ മര്യാദയ്ക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നത്. നല്ല കുടുംബത്തിൽ പറഞ്ഞിരുന്നെങ്കിലേ ഇവൻ ഇങ്ങനെ വഴി പിഴക്കില്ലായിരുന്നു. കേട്ടോടാ ജയേഷ്. വേണ്ട.